സർക്കാരിന്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഓണം മൂഡിലാണ് കനകക്കുന്ന്. സിറ്റി ആകെ ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആയിരങ്ങളാണ് കനകക്കുന്നിൽ ഒഴുകിയെത്തിയത്. വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്നും തിരുവനന്തപുരത്തുകാർ പറയുന്നു. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം വന്നിരിക്കുകയാണ്. സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിനും തുടക്കമായിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഈ മനോഹരമായിട്ട് വീണ്ടും ഈ എൻട്രൻസ് ദീപാലങ്കാരം കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ആളുകൾ ഇവിടെ കനകക്കുന്നിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഫുഡ് സ്റ്റോൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ, ഓണവുമായി ബന്ധപ്പെട്ട പല സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കഴിയും. കൂടാതെ തന്നെ 30 വരെ പല ജില്ലകളിൽ നിന്നുമുള്ള കലാകാരന്മാരുടെ വ്യത്യസ്തമായ കലാപരിപാടികൾ കനകക്കുന്നിൽ വെച്ച് നടക്കും. എല്ലാ ദിവസവും പരിപാടിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഈ രാത്രി കാലങ്ങളിൽ ഇവിടെ ആളുകൾ എത്തുന്നത് ഈ ഒരു ദീപാലങ്കാരത്തിന്റെ ആ ഒരു വൈബിലാണ്. ഇവിടെ ഇപ്പോൾ ഓണം കഴിഞ്ഞാലും ഇപ്പോൾ ഒരു 30-ാം തീയതി വരെ ഇവിടെ ആളുകളുടെ എന്താ പറയണ്ടേ, ഇന്ന് തുടക്കമായത് കൊണ്ടാണ് ഇതിലും കൂടുതൽ ആളുകൾ ഇവിടത്തേക്ക് എത്തിച്ചേരേണ്ടതാണ്. എങ്ങനെയുണ്ട്? ഓണം മൂടായോ? ഓണം മൂടുള്ള അടിപൊളിയായിരിക്കുന്നത്. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി. നാളെ മറ്റേതൊക്കെ ഭയങ്കര തിരക്കാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കൊച്ചിനെയും കൊണ്ട് വന്നപ്പോഴത്തേക്ക് കൊള്ളായിരുന്നു. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ആളുകളൊക്കെ വലിയ തരത്തിലുള്ള ആവേശത്തിലാണ്. കൂടുതൽ പേർ ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ തിരക്കായിരിക്കുമെന്ന് ആളുകൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ എൻട്രൻസിൽ കാണാം, ഇവിടെ 2 എൻട്രൻസ് ഉണ്ട്. രണ്ടിലും വലിയ തരത്തിലുള്ള തിരക്കാണ്. ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോൾ മണിക്കൂറുകളായിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ആളുകളുടെ വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ തന്നെ ഈ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മമൊക്കെ നടന്നിരുന്നു. ഈ ഭാഗത്തൊക്കെ നോക്കൂ, കനകക്കുന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു ദിവസത്തിലേക്കാൾ കൂടുതൽ ആളുകളാണ് ഇവിടത്തേക്ക് എത്തിച്ചേരുന്നത്. എന്താ, ഓണം മൂടായോ? ഓണം മൂടായി. നിങ്ങൾ എന്താ വോളണ്ടിയേഴ്സ് ആണോ? എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ വാരാഘോഷം? എങ്ങനെയാണ്? എന്തൊക്കെ പരിപാടിയാണ്? ആദ്യമായിട്ടാണ് അങ്ങനെ പ്രത്യേകിച്ച്. എക്സൈറ്റഡ് ആണോ ആദ്യമായിട്ട് ഇങ്ങനെ വോളണ്ടിയേഴ്സ് ഒക്കെ ആവുന്നതിൽ? എക്സൈറ്റഡ് ആണ്. ഇവിടെ എങ്ങനെയുണ്ട് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോ? ഫുഡ് സ്റ്റോൾ വന്നു, പല സെന്ററുകൾ വന്നു, കലാപരിപാടികൾ വരുന്നു. എന്താണ് ഒരു വൈബ്? എല്ലാം കൊള്ളാം. അങ്ങനെ കനകക്കുന്ന് ആകെ മാറി എന്ന് വേണം പറയാൻ. എല്ലായിടത്തും ദീപാലങ്കാരങ്ങൾ. ആളുകൾ സ്വാഭാവികമായിട്ടും വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഓണാഘോഷത്തിന് മുന്നോടിയായിട്ടും അതിനുശേഷവും ഓണം ആഘോഷമാകുന്ന ഒരിടമാണ് ഈ കനകക്കുന്ന്. ഇനി 30 വരെ ഇവിടെ പൊടിപ്പൂരമാണ്. ഓണം കഴിഞ്ഞ് അതിന്റെ ഒരു ഘോഷയാത്രയോട് കൂടിയിട്ട്, വളരെ വിപുലമായിട്ടൊരു ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഇവിടെ കനകക്കുന്നിൽ ഓണം അവസാനിക്കുന്നത്. പലയിടങ്ങളിലും മറ്റു ജില്ലകളിലൊക്കെ ഓണം അവസാനിച്ചാലും കനകക്കുന്നിൽ ഓണം അവസാനിക്കില്ല. ക്യാമറ പേഴ്സൺ വിനേഷ് നേതാജിക്കൊപ്പം സനിസ ശോഭാചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.